വസല്ലമിന്റെ മുടിക്ക് ബറക്കത്തില്ലെന്ന് പറയുന്നവരാണ്, വിയർപ്പിന് ബറക്കത്തില്ലെന്ന് പറയുന്നവരാണ്, അവിടുത്തെ വസ്ത്രത്തിന് ബറക്കത്തില്ലെന്ന് പറയുന്നവരാണ്, അവിടുത്തെ തിരുശേഷിപ്പുകൾക്ക് ഒരു പ്രാധാന്യവുമില്ലെന്ന് പറയുന്നവരാണെന്ന് ചിലരൊക്കെ പ്രചരിപ്പിക്കുന്നു. വേണ്ട വേണ്ട, ആ രൂപത്തിലുള്ള കള്ളത്തരങ്ങൾ ഇനിയും പ്രചരിപ്പിച്ച് മുന്നോട്ട് പോകാൻ ആവില്ല കേട്ടോ. കാരണം ഏത് കാലത്തും മുജാഹിദുകൾക്ക് പറയാനുള്ളത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു അതാ ചില ബർക്കത്തുകൾ അതാ അവിടുത്തെ ചില ശരീരത്തിന്റെ ഭാഗങ്ങളിലൂടെ സ്വഹാബിമാര് ആഗ്രഹിച്ചിട്ടുണ്ട്. ബറക്കത്ത് കൊടുക്കുന്നവൻ അല്ലാഹയാണ്. അല്ലാഹുവിൽ നിന്നാണ് അനുഗ്രഹവും ബറക്കത്തും പ്രതീക്ഷിക്കേണ്ടത്. അതിന് കാരണമായി നിശ്ചയിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടി അതിൽ പെടുന്നു. അവിടുന്നതാ ഉളുവെടുത്ത വെള്ളത്തിന് സഹാബത്ത് തിരക്ക് കൂട്ടിയിട്ടുണ്ട്. നബി തങ്ങളതാ ചുണ്ട് വെച്ച് കുടിച്ച കോപ്പയിൽ തന്നെ ചുണ്ട് വെച്ച് കുടിക്കാൻ സഹാബത്ത് താല്പര്യം കാണിച്ചിട്ടുണ്ട്. അവിടുത്തെ വിയർപ്പവര് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതാ അവിടുത്തെ മുടി അവിടുന്ന് ഹജ്ജത്തുള്ളതായിൽ വിതരണം ചെയ്തിട്ടുമുണ്ട്. അതിലൊന്നും ഒരാൾക്കും തർക്കമല്ല. പക്ഷേ സുന്ദരിയായ അനിയത്തിയെ കാണിച്ചു കൊടുത്തിട്ട് വിരൂപിയായ ജ്യേഷ്ഠത്തിയെ കൊടുക്കാനുള്ള തന്ത്രം മുസ്ലിയാക്കളെ വിലപ്പോവില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരത്തിന്റെ ബറക്കത്ത് പറഞ്ഞിട്ട് തുപ്പലുപ്പാപ്പാന്റെ തുപ്പല് കുറുക്കിയിട്ട് അതുകൊണ്ട് വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ മൊനമ്പത്തി ബീവിയുടെ ജാറത്തിൽ പോവാനും അങ്ങനെ പലരുടെയും കഫവും തുപ്പലുമൊക്കെ കൊണ്ട് നടക്കാനും വസ്ത്രം മുത്താനും അവരുടെയൊക്കെ ശരീരത്തെ മുത്തിമണക്കാനും ഒക്കെയുള്ള തന്ത്രം ഒരു കാലത്ത് നിലവിലുണ്ടായിരുന്നു. പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരത്തിനുള്ള ആ ബറക്കത്ത് ശേഷം ഒരാൾക്കുമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗവും ഒരാളും ബറക്കത്തിന് വേണ്ടി എടുത്തു വെച്ചില്ല. ഒരാളും അങ്ങനെ ചെയ്തിട്ടില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അതാ ഏതെല്ലാം കാര്യങ്ങൾക്ക് ബറക്കത്തുണ്ടെന്ന് ഹദീസുകളിലൂടെ മനസ്സിലായിട്ടുണ്ടോ അത് മുഴുവനും മുജാഹിദുകളും അംഗീകരിക്കുന്നു. പക്ഷേ ഇതിങ്ങനെ നീട്ടി പറയുകയാണ് ചിലരൊക്കെ. നബി തങ്ങളുടെ മുടിയുടെ ബറക്കത്തിന്റെ പോരിശ വന്നത് ഇങ്ങനെ ഹദീസ് വായിക്കുന്നു. എന്തിനാ നിങ്ങൾ ഇത് വായിക്കുന്നത്? ആരോടാ നിങ്ങൾ ഇത് വായിക്കുന്നത്? ആരാ ഇതൊക്കെ നിഷേധിച്ചത്? ഇവിടെ തർക്കം അതല്ലല്ലോ. നബി തങ്ങളുടെ മുടിക്ക് ശ്രേഷ്ഠതയുണ്ടോ എന്നതല്ല തർക്കം. നബി തങ്ങളുടെ മുടിയാണോ മൂപ്പരെ നിങ്ങളുടെ കയ്യിലുള്ളത് എന്നതാണ് തർക്കം. തർക്കത്തിൽ നിന്ന് പല്ലിവാല് മുറിച്ചിട്ട് ഓടി രക്ഷപ്പെടാൻ സമ്മതിക്കൂല. അങ്ങനെയൊരു തന്ത്രം ഇപ്പോൾ എല്ലാ സ്റ്റേജുകളിലും കാണുന്നുണ്ട്. സർവസ്ഥലത്ത് മുസ്ലിയാക്കന്മാരതാ സ്റ്റേജ് കെട്ടിയിട്ട് പറയുന്നു, മുജാഹിദേ നിന്നെ വിടൂല. നബി തങ്ങളുടെ മുടിയുടെ പോരിശ കേൾക്കണോ? അനസ് റളിയല്ലാഹു അൻഹു എടുത്തില്ലേ? അബൂ തൽഹ വിതരണം ചെയ്തില്ലേ? ഉമ്മു സുലൈം ബീവിയുടെ കയ്യിലുണ്ടായില്ലേ? ഇബ്നു സീരീന്റെ കയ്യിലുണ്ടായില്ലേ? അവരൊക്കെ അതുകൊണ്ട് ബർക്കത്തെടുത്തില്ലേ? നബിയുടെ ജുബ്ബ മുക്കിയ വെള്ളം കൊണ്ട് രോഗശമനം എടുത്തില്ലേ? നബിയുടെ കൈവച്ച ശരീരത്തിന്റെ ഭാഗം തട്ടിയ ഭാഗം ആ വെള്ളത്തിന് വേണ്ടി അവർ തിരക്ക് കൂട്ടിയില്ലേ? എന്തിനാ മുസ്ലിയാക്കളെ ഇത് വിശദീകരിക്കുന്നത്? ആരോടാ നിങ്ങൾ ഇത് വിശദീകരിക്കുന്നത്? ആരാ ഇത് നിഷേധിച്ചത്? ഏതെങ്കിലും അബ്ദുള്ളമാര് ഇത്തരത്തിലുള്ള ഹദീസുകൾ കാണുമ്പോൾ അംഗീകരിക്കാനാവില്ലെന്ന് പറഞ്ഞ് ചാടിക്കടന്നു പോകുന്നുവെങ്കിൽ അവരോട് പറയുകയല്ലാതെ സലഫികളോട് എന്തിനു പറയണം? മുജാഹിദുകൾ നബിതങ്ങൾ പറഞ്ഞിട്ടുള്ള, നബിതങ്ങളെ കുറിച്ച് സഹാബത്ത് അംഗീകരിച്ചിട്ടുള്ള സർവ്വതും അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു. പക്ഷേ തർക്കം അതൊന്നുമല്ല. അവിടുത്തെ മുടിയാണ് മൂപ്പരെ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് വിശ്വസിക്കാനാവില്ല. കാരണം അവിടുത്തെ പേരിൽ കള്ളം പറഞ്ഞ് ശീലിക്കുന്നയാളാണ് നിങ്ങൾ. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു തിരുശേഷിപ്പ്
ലോകത്ത് എവിടെയെങ്കിലും ഉള്ളതായി സ്വഹീഹായ പരമ്പരയോടെ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. ഇത് പാവപ്പെട്ട ഞാൻ പറയുന്നതല്ല, ഇതിനെക്കുറിച്ചൊക്കെ ഗവേഷണം നടത്തിയിട്ടുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാര് പറയുകയാണ്. സ്വഹീഹായ ഒരു പരമ്പരയോടുകൂടി, കുറ്റമില്ലാത്ത ഒരു സനദോടുകൂടി അവിടുത്തെ ശരീരത്തിന്റെ തിരുശേഷിപ്പാണെന്ന് പറയാവുന്ന ഒരു വസ്തുവും ലോകത്ത് ഇല്ല. എന്നിട്ടല്ലേ കാന്തപുരത്തിന്റെ കയ്യിലേക്ക് മുടി വരുന്നത്? വന്നത് തന്നെ ഏത് വഴിക്കാരുടെ കയ്യിലാണ്? ആരുടെ കയ്യിലേക്കാണ്? അബൂബക്കറിന് കൊടുക്കാൻ മുത്ത് മുസ്തഫ പണ്ടേ ഏൽപ്പിച്ചു പോലും. പുന്നാര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം AP അബൂബക്കറിന് കൊടുക്കാൻ അതാ പ്രത്യേകം മുടിയേൽപ്പിക്കുന്നു. അത് അങ്ങനെ ഏൽപ്പിച്ചിട്ടാണ് ഇവിടെ ഇപ്പോൾ ഈ മുടിയെത്തിയതെന്ന് പേരോട്ടുകാരൻ സാക്ഷി നിൽക്കുകയും ചെയ്യുന്നു. ചക്കിക്കൊത്ത ചങ്കരൻ തന്നെ പറഞ്ഞതും ആ രൂപത്തിലുള്ളവൻ, സാക്ഷി നിന്നതും അതേ രൂപത്തിലുള്ളവൻ. ഇങ്ങനെ പറഞ്ഞിട്ട് മർക്കസിൽ ഒരു മുടിയെത്തി. അതാ പണ്ടും ഒരു മുടിയെത്തി, 3-4 കൊല്ലം മുമ്പ് അവിടെ ഒരു മുടിയെത്തി. ആ മുടിയെത്തിയപ്പോൾ തന്നെ വിവാദമായി. ആ മുടി ആരുടെ മുടിയാണെന്ന ചർച്ച കുറെ കൊല്ലം മുമ്പ് തന്നെ കേരളത്തിലുണ്ടായി. ഉടനെ തന്നെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ പോലെയുള്ളവര് പറഞ്ഞു, സംശയം വേണ്ട, ഇത് കാന്തപുരത്തിന്റെ മുടി തന്നെ. കാന്തപുരം വിചാരിച്ചു ആ വെല്ലൂർ പോകുന്ന ആൾക്കാരെ കാരന്തൂർ മർക്കസിലേക്ക് എത്തിച്ചാലോ? കാന്തപുരമടെ ആദരണീയരായ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടി ഉണ്ടെന്ന് ഇത് അവരെ സിറാജ് പത്രം എഴുതി റബീഉൽ അവൽ 12 പുറത്തെടുത്ത് വെള്ളത്തിൽ മുക്കിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന ഏർപ്പാട് തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. വലിയ വാർത്ത കൊടുക്കൂല, കാരണം നിഷേധം വരില്ലേ. അത് കുറച്ച് കാലം പണ്ടേ സിറാജിൽ വന്നതല്ലേ അറിയും. ഈ കഴിഞ്ഞ നാഷണൽ ദഅവ കോൺഫറൻസ് നടക്കുന്നതിന്റെ മുന്നോടിയായി ഒരു തീരുമാനത്തിൽ എന്തായാലും ഇതിന്റെ കൃത്യമായൊരു വിശദീകരണം ഒന്ന് സത്യതാൽ എഴുതണം, ആളുകൾക്ക് യാഥാർത്ഥ്യം അറിയിക്കണം. അങ്ങനെ എവിടെ ചെന്നാലും ചോദ്യ. ആദർശ രംഗത്തെ ക്ലാസ് നടത്തുമ്പോൾ നബിന്റെ മുടിക്ക് ബറക്കത്തുണ്ടെന്ന് പറയുമ്പോൾ നബിന്റെ മുടി കാരന്തൂർ മർക്കസിലുണ്ട് എന്ന് പറയുന്നില്ല, അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം പറയുന്നു? ഇയാൾ കാന്തപുരാണെങ്കിലും കൂടിയിട്ട് നമ്മൾ ആദർശത്തിൽ കുഴപ്പം വരാൻ പാടില്ലല്ലോ, കൃത്യമായ മറുപടി പറയണ്ടേ, ആ ബോധ്യപ്പെടണം. പലപ്പോഴും നമുക്ക് ധൈര്യമില്ല പറയാൻ, കാരണം കാന്തപുരത്തിന് അടുത്തറിയുന്ന ആളെന്ന നിലയിൽ കാന്തപുരം റസൂലുള്ളാഹിന്റെ മുടി അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ 1% പോലും സത്യത്തിന് സാധ്യതയില്ല എന്ന് ഉറപ്പാണ്. കാരണം കാന്തപുരത്തിന് തിരിച്ചറിയുന്ന ആളുകളാണ് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ. നമുക്ക് അനുഭവങ്ങൾ ധാരാളം. ഇപ്പോൾ ഒരിക്കൽ വേങ്ങര ഒരു പ്രശ്നം ഉണ്ടായി, ഒരു ക്ലാസ്സാ. സംശയം ചോദിച്ചു, കാരന്തൂർ മർക്കസ് റസൂലുള്ളാഹിന്റെ മുടി ഉണ്ട് എന്ന് പറയണ്ടല്ലോ, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. MP മുസ്തഫൽ ഫൈ സ്റ്റേജിൽ മൂപ്പർ എഴുന്നേറ്റ് പറഞ്ഞു, അത് കാന്തപുരത്തിന്റെ മുടിയായിരിക്കും എന്ന് പറഞ്ഞു. കാരണം മൂപ്പർക്ക് ശരിക്കറിയാം കാന്തപുരത്തിനെ കുറിച്ച്. ഈ കാര്യത്തിന്റെ സ്ഥിരീകരണം കിട്ടാൻ വേണ്ടി നമ്മുടെ ഓഫീസിൽ വെച്ച് ഞാൻ ടെലിഫോൺ ചെയ്തു. ഇതിന്റെ കൃത്യമായ വിവരണം ഈ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ റബീഉൽ അവൽ 1 ആ സത്യതല എഴുതാൻ വേണ്ടി. ഞാൻ ഇന്ന ആളാണ്, കോഴിക്കോട് SKSന്റെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്, എനിക്ക് AP ഉസ്താദിനെ കിട്ടണം, ഒരു വിഷയം സംസാരിക്കാനാണ്. അപ്പോൾ എന്താ വിഷയം എന്ന് ചോദിച്ചു. അല്ലെ, അങ്ങനെ നമ്മൾ ആദർശവുമായി ബന്ധപ്പെട്ടൊരു വിഷയം. ഇപ്പോൾ റസൂലുള്ളാഹിന്റെ മുടിനെ കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും. മുജാഹിദുകൾ അവർ കൃത്യമായ വിവരം അറിയാനാണ് പറഞ്ഞു. അപ്പോൾ ടെലിഫോൺ എടുത്ത ആൾ പറഞ്ഞു, ഷെയ്ഖുന സ്ഥലത്തിലെ പുറത്താണ്, ഇവിടെ C5 ഉണ്ട്. C5 എന്ന് പറഞ്ഞാൽ ഷെയ്ഖുനാന്റെ മകളെ കല്യാണം കഴിച്ച ഭർത്താവ്, മരുമകനല്ലേ പുതിയാപ്പട, അദ്ദേഹമാണ് ജനറൽ മാനേജർ. ഒക്കെ സ്വന്തക്കാരാണ് ഇവിടുത്തെ ആൾക്കാർ. മകനും മരുമകനും ബന്ധപ്പെട്ട ആൾക്കാരും കൂടെ ട്രസ്റ്റ് ആക്കിയേക്കാണ് കാരന്തൂർ മർക്കസ് എന്ന് പറയുന്നു. അവിടെ ഉസ്താദ് ഉണ്ട്, C5 കൊടുക്കാറ് കൊടുത്തു. ഞാൻ പരിചയപ്പെടുത്തി, ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ആദർശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബുദ്ധിമുട്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഒരു കൃത്യമായ ഒരു വിശദീകരണം തന്നാൽ ഇത് നബിന്റെ മുടി തന്നെയാണോ, എവിടുന്ന് കിട്ടിയാലും ജസ്റ്റ് ഒരു വിവരം കിട്ടിയാൽ കുഴപ്പമില്ലായിരുന്നു പറഞ്ഞു. മൂപ്പര് പറഞ്ഞു, ഫൈസി എനിക്കതിനെ പറ്റാറില്ല, ഞങ്ങൾ 4 ദിവസം കഴിഞ്ഞ മൂപ്പര് വരുമ്പോൾ മൂപ്പരോട് ചോദിച്ചോളി പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഫൈസി അതിൻ്റെ ജസ്റ്റ് നിങ്ങൾക്ക് മർക്കസിലുള്ള സാധനമാകുമ്പോൾ ഇത്ര പ്രധാനപ്പെട്ട വിഷയം ഒരു പ്രാഥമിക വിവരം ഉണ്ടാവില്ല, എവിടുന്ന് കിട്ടി, എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. അയാൾ പറഞ്ഞു മറുപടി, അത് ഗുജറാത്തിനോ ബോംബെന്നോ എവിടുന്നോ കിട്ടിയാണ്, എനിക്കതിനെ പറ്റുന്നത്. മൂപ്പര് വന്നിട്ട് നിങ്ങൾ ചോദിച്ചോളി. അപ്പോൾ C5 ഒരു വിശ്വാസമായി, എനിക്ക് ഉറപ്പായി. കാരണം മൂപ്പരും അപ്പം നമുക്ക് ഉറപ്പായി സംഭവം തട്ടിപ്പാണ്. ഞാൻ വരട്ടെ വിചാരിച്ചു. അപ്പോൾ നാഷണൽ ദഅവ കോൺഫറൻസിലൊക്കെ അപ്പോഴേക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ച് നമ്മുടെ ആൾക്കാർ പറഞ്ഞു, നാസർ ഒന്ന് വിളിച്ചു നോക്കല്ലേ വെച്ചു. വിളിക്കാറുണ്ട്, വിളിച്ചു വരുന്നല്ലേ, വിളിച്ചു. ഫോൺ ഇയാൾക്ക് 10 മണിക്ക് കൊടുക്കാറുണ്ട്. 10 മണിക്ക് മൊബൈലൊന്നും കൊടുത്തു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഉസ്താദേ നമ്മൾ പണ്ട് കാലത്ത് വലിയ ബന്ധമായിരുന്നു, പിന്നെ ആദർശ രംഗത്ത് ഇപ്പോഴും നമ്മൾ 1-2 സംഘടനയെന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരു ആദർശ രംഗത്ത് ഒരു പ്രശ്നം, എവിടെ ചെന്നാലും ഒരു ചോദ്യം ചോദിക്കുന്നത് നബിൻ്റെ മുടി മർക്കസിലുണ്ട്, പക്ഷെ നമുക്ക് ഉറപ്പിച്ചതിനെ പറ്റി ചോദിക്കുമ്പോൾ അതിന് സനതുണ്ടോ, അത് എവിടുന്ന് കിട്ടി, അതിൻ്റെ പരമ്പര പറയാൻ പറ്റുമോ, നബിയിലേക്ക് എത്തുന്ന ചോദിക്കുമ്പോൾ ഒരു മറുപടി പറയാൻ, ഉറപ്പ് പറയാൻ, അതിന് നിജസ്ഥിതി അറിയാനാ ഉസ്താദിനെ വിളിച്ചത്. നേരത്തെ C5 വിളിച്ചത് ഉസ്താദ് വരും എന്ന് പറഞ്ഞപ്പോൾ കാത്തിരുന്നതാണ്, ഉസ്താദിനെ വിളിക്കുകയാണ് പറഞ്ഞു.
ആ മോനെ അതിനെന്താ സംശയം? റസൂലുള്ളാഹിന്റെ മുടി ഇവിടെ ഉണ്ടല്ലോ. എന്തൊക്കെയാണ് മോന്റെ വിശേഷങ്ങൾ? മോനിപ്പോ എവിടെയുള്ളത്? ഞാൻ കരുവാറുണ്ട് താറിന് മാനു മുസ്ലിയാരുടെ വിവരം എന്താണ് മോനെ എന്നിങ്ങനെ ചോദിച്ചിട്ട് മൂപ്പര് റസൂലുള്ളാഹിന്റെ മുടിന്റെ വർണ്ണനകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇബ്നു സീരീൻ റസൂലുള്ളാഹിന്റെ മുടിന്റെ പുണ്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞേക്കണ്, അങ്ങനെ പറഞ്ഞേക്കണ്, ഹദീസുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഒരു 10 മിനിറ്റോളം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഉസ്താദേ, ഞാൻ ചോദിച്ചത് ആ മുടി ഉസ്താദിന് എവിടുന്ന് കിട്ടി? അതിന്റെ ഒരു കൃത്യമായ പരമ്പര. അപ്പൊ വെല്ലൂരിൽ നിന്ന് കിട്ടിയതാണോ? എന്നാ വെല്ലൂർ പോകൂലേ? അല്ല സുഡാനിൽ നിന്ന് കിട്ടിയാണോ? സുഡാനിൽ പോകൂലേ? അല്ല കശ്മീരിൽ നിന്ന് കിട്ടിയാൽ കശ്മീരിൽ നിന്ന് പോകൂലേ? അല്ല അബുദാബിന്ന് കിട്ടുന്ന അബുദാബിത്തെ മുടി കാണാതാവില്ല, എവിടുന്നെങ്കിലും ഉള്ള മുടിയല്ലേ കിട്ടുള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞില്ല, മാന്യമായി ചോദിച്ചത് എവിടുന്ന് കിട്ടിയതൊരു ജസ്റ്റ് ഒരു വിവരം ഉസ്താദേ. അതിനെന്താ മോനെ സംശയം? അത് വളരെ കൃത്യമായി 5 കൊല്ലം മുമ്പ് എൻ്റെ കയ്യിൽ കിട്ടിയതാ. ഞാനത് പഠിച്ച് വളരെ ബോധ്യപ്പെട്ട അവിടെ വെച്ച് റസൂലുള്ളാഹിന്റെ മുടി ഒരു സംശയം വരാതെ പിന്നെയും മുടിന്റെ മഹത്വം പറയാൻ തുടങ്ങി. പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞു, ഉസ്താദെ, ഏതെങ്കിലും മുജാഹിദിൽ പ്രശ്നമാക്കുമ്പോൾ നമുക്കൊരു ഉറപ്പ് പറയാൻ വേണ്ടിയാണ്. ഉസ്താദിന്റെ കയ്യിൽ ആ മുടി കിട്ടി അതിന്റെ സനത് ഉണ്ടോ, പരമ്പര ഉണ്ടോ, വേണ്ടി വന്നാൽ ഇതായി ഈ മുടി ഇന്ന ആളിന്ന് റസൂലുള്ള വരെ മുട്ടുന്ന ആ പരമ്പര നമുക്ക് ആ സനതൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? വേണ്ടി വന്നാൽ മുജാഹിദിനെ കൂട്ടിക്കൊണ്ടെന്ന് ആലോചിച്ചു. ആ മൂപ്പര് പറഞ്ഞു, ചിരിച്ചിട്ട്, ഭയങ്കര ആളല്ലേ, അല്ല മോനെ, എങ്ങനെയാണ് സനദിലുള്ള ആൾക്കാരെ കാണിച്ചു കൊടുക്കുക? അവരൊക്കെ മരിച്ചു പോയില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഉസ്താദേ, ഞാൻ അതല്ല ചോദിച്ചത്, നിങ്ങൾക്ക് തന്നെ അറിയാലോ, ആ സനത് എഴുതി വെച്ചിട്ട് ഫോട്ടോക്ക് ഇപ്പൊ ജസ്റ്റ് എടുത്ത് തന്നൂടെ? ഇല്ലെങ്കിൽ വേണ്ട, ഒരു പ്രശ്നം ഉണ്ടായ എന്താ ചെയ്യാന്ന് ചോദിച്ചു. ഒരു വിവാദം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞാൽ പറഞ്ഞു, മോൻ അങ്ങനത്തെ ആൾക്കൊരു പ്രശ്നം കൂട്ടി നമുക്ക് സനത് കാണിച്ചു കൊടുക്കാറുണ്ട്. എന്നാ ശരി, അസ്സലാമു അലൈക്കും, ഫോൺ വെച്ചു. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞാൽ മൂപ്പര് തിരിച്ചു വിളിക്കുന്നത്. തിരിച്ചു വിളിച്ചിട്ട് ഓഫീസിൽ നമ്പറിലാണ് വിളിച്ചിട്ട് എന്നെ ചോദിച്ചു. അപ്പൊ ചെന്ന് ഫോൺ എടുത്തു. പിന്നെ നേരത്തെ ഫോൺ കട്ടായതാണ്, ഒരു കട്ടുമായിട്ടില്ല. പച്ച കളവ്. ഞാൻ കളവ് എന്ന് പറഞ്ഞാൽ വാസ്തവവിരുദ്ധം പറയാ, മാന്യതയ്ക്ക് നടക്കാത്ത കാര്യമില്ലേ. ഇയാൾ പറയാണ് ഫോൺ കട്ടായത്. പിന്നെ ഒരു കാര്യം കൂടി പറയണ്ടേ, മുജാഹിദ് മോന് ജമാഅത്തിലൊന്ന് വിവാദം ഉണ്ടാക്കിയാണ്ട് അതിന് സനത് കാണാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണ്ട. അവരെത്ര ഹക്ക് പറഞ്ഞാലും ബോധ്യപ്പെടാത്ത ആളുകളാ. പിന്നെ ഒരു വാജിബിന്റെ ഹറാമിന്റെ പ്രശ്നമൊന്നുമല്ലല്ലോ, ഇത് തബറുക്കിന്റെ പ്രശ്നം. ഇഷ്ടമുള്ള ആൾക്കാർ തബറുക്ക് എടുത്തോട്ടെ, അല്ലാത്ത ആൾക്കാർ എടുക്കണ്ട, മോൻ അങ്ങനത്തെ ആൾക്കാരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണ്ട എന്ന് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതിലൂടെ വളരെ കൃത്യമായി ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. ആദരണീയരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ കേശത്തിന്റെ പേര് പോലും വ്യാജമായി കെട്ടിച്ചമച്ചുണ്ടാക്കി ആ പേര് പോലും ദുരുപയോഗം ചെയ്ത് ഒരു കെട്ട് മുടി അവിടെ വെച്ചുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ മുടിയാണ് പ്രചരിപ്പിച്ചിരുന്നത്. അവർക്കൊന്നും സംശയം ഉണ്ടായില്ല. ഈ കാര്യം മനസ്സിലാക്കണം. മുജാഹിദിനെ എതിർക്കുമ്പോൾ നിങ്ങളൊക്കെ ഒന്നാണല്ലേ, മുജാഹിദിനെ എതിർക്കാൻ ഞങ്ങളൊക്കെ ഒന്നാണ്, ഞങ്ങൾ തമ്മിൽ ഒരു ആശയപരമായി വ്യത്യാസവുമില്ല എന്നും പറഞ്ഞ് നിങ്ങൾ തോളിൽ കൈയിടുമ്പോൾ ആലോചിച്ചോളണം, നിങ്ങൾ ആരുടെ കയ്യിലാ ആരുടെ തോളിലാ കൈയിട്ടത്? നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കച്ചി കള്ളം പറയുന്നവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനെ തൃപ്തിപ്പെട്ടു പോലും. ശൈഖ് അബൂബക്കറിനെ അല്ലാഹുവിന്റെ റസൂൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നബി തങ്ങൾ തൃപ്തിപ്പെട്ടയാളെ നേരിട്ട് കാണണമെങ്കിൽ ശൈഖുനെ പങ്കെടുക്കുന്ന സദസ്സിലേക്ക് വന്നോ എന്നും പറഞ്ഞ് അനൗൺസ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സമൂഹമേ, എവിടേക്കാണ് നിങ്ങൾ ജനങ്ങളെ കൊണ്ടുപോകുന്നത്? അബൂബക്കറിനെ അല്ലാഹുവിന്റെ റസൂൽ തൃപ്തിപ്പെട്ടു. എന്തിനാ അത് പറയുന്നത് എന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കറിനെ തൃപ്തിപ്പെട്ടു എന്നൊരു കള്ളം പറയാൻ, വേറൊന്ന് ഇവിടെ വന്നിട്ടുള്ള മുടി നബിതങ്ങളുടെ മുടി തന്നെയാണെന്നും പറയാൻ. അതൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ മുടിയുടെ പ്രശ്നമൊക്കെ അങ്ങനെ കഴിഞ്ഞ് കുറെ പുകിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മൂപ്പരിക്ക് തോന്നിയത്, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, വേറൊരു മുടി വേണം, ഇതങ്ങനെ ക്ലച്ച് പിടിക്കണില്ല. അപ്പോൾ പുതിയൊരു മുടിയതാ ആയിരങ്ങളുടെ മുമ്പിൽ വെച്ച് കൈമാറുന്നു. ആ മുടി എവിടുന്നാ കൊണ്ടുവന്ന കേന്ദ്രത്തിലതാ ഈ മുടി മുറിച്ചു കൊടുത്തതാണ്. മുറിച്ചു കൊടുത്തതിന്റെ ഒരു കഷ്ണമാണ് കിട്ടിയത്. ആദ്യം ഒരു കഷ്ണം കിട്ടി, പിന്നെയും ഒരു കഷ്ണം കിട്ടി. എത്ര കഷ്ടമാപ്പ മർക്കസിലുള്ളത് എന്ന് മൂപ്പരിക്ക് തന്നെ തീരുമാനമല്ല. ചിലയിടത്ത് പറയും 1, 2, 3 മുടി കിട്ടി, ചിലപ്പോ പറയും 1 മുടി കിട്ടി, ചിലപ്പോ പറയും മർക്കസിൽ 2, 3 മുടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഛേദം? പറയുന്ന എണ്ണത്തിൽ